അഞ്ചാമത്തെ ലെസൺ, അതായത് മണി മാത്തിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ ഇവിടെ കുറച്ച് കണക്കുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. ആ ക്ലാസ്സാണ് ഞാൻ നിങ്ങൾക്ക് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ മണി മാത്തിൽ നമുക്ക് പരിചയപ്പെടാനായിട്ടുള്ള 2 ഇൻട്രസ്റ്റുകൾ നമുക്ക് പരിചയപ്പെടാനുണ്ട്. ഒന്ന് സിമ്പിൾ ഇൻട്രസ്റ്റ്, 2 കോമ്പൗണ്ടഡ് ഇൻട്രസ്റ്റ്. സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനായിട്ട് I=PNR, I=ഇൻട്രസ്റ്റ്, N=, ഇതെത്ര വർഷത്തേക്കാണ് അല്ലെങ്കിൽ എത്ര മാസത്തേക്കാണോ അതാണ് കാലാവധി. നമ്പർ ഓഫ് ഇയേഴ്സ് ആവാം, നമ്പർ ഓഫ് മന്ത്സ് ആവാം, കുഴപ്പമില്ല. R എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇനി ഇവിടെ പി എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ട് കേട്ടോ. പി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിൻസിപ്പിൾ, അതായത് എത്ര രൂപയാണ് അത് അല്ലെങ്കിൽ എത്ര എമൗണ്ടാണ്. അപ്പോൾ ഒരു എമൗണ്ടിനെയാണ് നമ്മൾ പ്രിൻസിപ്പൽ എന്ന ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടല്ലോ. അപ്പോൾ എത്ര എമൗണ്ടാണ് നമ്മൾ ഇൻട്രസ്റ്റിന് ബാങ്കിൽ നിന്ന് എടുക്കുന്നത്, അല്ലെങ്കിൽ ബാങ്കിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ട് എത്രയാണ്, അതാണ് ഇവിടെ പി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. then അടുത്തത് പറയുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂട്ടുപലിശ എന്ന് പറയും. കൂട്ടുപലിശ കണ്ടുപിടിക്കാനായിട്ടൊരു ഇക്വേഷൻ ഉണ്ട്, P × 1 + R/100 ഈ ഒരു ഇക്വേഷൻ സിമ്പിളായിട്ട് നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ആദ്യമായിട്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന അതിൽ പേജ് നമ്പർ 100 നോക്കൂട്ടോ. പേജ് നമ്പർ 100 കണ്ടല്ലോ. പേജ് നമ്പർ 100 ഒന്നാമത്തെ കണക്കാണ് ഞാൻ നിങ്ങൾക്ക് ആദ്യമായിട്ട് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അത് ചോദ്യം ഒന്ന് വായിക്കുമ്പോൾ സന്ദീപ് ഡെപ്പോസിറ്റഡ് 25,000 rupees in a bank which pays 8% interest compounded annually. Compounded എന്ന് വെച്ചാൽ കൂട്ടുപലിശയ്ക്ക്. ഹൗ മച്ച് വുഡ് ഹി ഗെറ്റ് ബാക്ക് ആഫ്റ്റർ 2 years? 2 വർഷത്തിന് ശേഷം അവൻ എത്ര രൂപ തിരിച്ചു കിട്ടും? അപ്പം സന്ദീപ് 25,000 രൂപ ഒരു ബാങ്കിൽ 8% പലിശയ്ക്ക്, കോമ്പൗണ്ടഡ് എന്ന് വെച്ചാൽ കൂട്ടുപലിശയ്ക്ക് വർഷത്തിൽ കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ അവൻ ഡെപ്പോസിറ്റ് ചെയ്തു. ഹൗ മച്ച് വുഡ് ഹി ഗെറ്റ് ബാക്ക് ആഫ്റ്റർ 2 years? 2 വർഷത്തിന് ശേഷം അവന് എത്ര ആണ് കിട്ടുക എന്നാണ്, എത്ര തുകയാണ് തിരിച്ച് കിട്ടുക? ഇതാണ് നമ്മുടെ ചോദ്യം കേട്ടല്ലോ. അപ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നമ്മൾ വളരെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാനായിട്ടുള്ളൊരു മാർഗ്ഗമാണ്, ഒരു ഇക്വേഷനാണ് ഇത്, P × 1 + R/100 അപ്പോൾ നമുക്ക് അത് വെച്ച് തന്നെ കണ്ടുപിടിക്കാം, ഈസി ആയിട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. വളരെ ഈസിയാണ് ഈ ഒരു ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കാൻ. അപ്പോൾ ഈ ഇക്വേഷൻ വെച്ചിട്ട് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ ഇവിടെ എത്ര റുപ്പീസാണ് പറഞ്ഞേക്കുന്നത് വെച്ചാൽ എമൗണ്ട് പറഞ്ഞിരിക്കുന്നത് P = 25,000. ദെൻ R പറഞ്ഞിരിക്കുന്നത് R=8% ആണ് പറഞ്ഞത്. പിന്നെ ഗെറ്റ് ബാക്ക് 2 years 2 വർഷം എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ N = 2 years, അപ്പോൾ 2 വർഷം എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ഇതിലേക്ക് കൊടുക്കുമ്പോൾ, ഈക്വേഷനിലേക്ക് കൊടുക്കുമ്പോൾ എങ്ങനെ കൊടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ 25,000 ഇവിടെ ഇതിൻ്റെ അർത്ഥം ഇൻറ്റു എന്നാണ് അർത്ഥം, P × എന്നാണ്. അപ്പം 25,000 × 1 + 8/100 all raised to n കൊടുക്കുക 2. ഇപ്പോൾ ഇവിടെ ക്യാപിറ്റൽ ലെറ്ററിലാണ് ഞാൻ എല്ലാം കൊടുത്തിരിക്കുന്നത്, പക്ഷേ നമ്മുടെ ഈക്വേഷൻസിലെല്ലാം വരുന്നത് സ്മോൾ ലെറ്ററിലാട്ടോ. അപ്പോൾ കുഴപ്പമില്ല, ക്യാപിറ്റൽ ലെറ്റർ ഞാൻ നിങ്ങൾക്ക് വ്യക്തമായിട്ടൊന്ന് പറഞ്ഞുതരാൻ വേണ്ടി എഴുതുന്നത് മാത്രമേ ഉള്ളൂ. സ്മോൾ ലെറ്ററിലാണ് നമ്മുടെ ഈക്വേഷനൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ P × 1 + R/100 all raised to n, അതിൽ P = എല്ലാം നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. ദെൻ നമ്മളത് എങ്ങനെ ചെയ്യുന്നുള്ളതാണ് കാണിക്കുന്നത്. 25,000 × 1 + 8/100 all raised to 2. അപ്പോൾ 25,000 × നമുക്കിതിവിടെ ഒരു മിക്സഡ് ഫ്രാക്ഷനിലാണ് തന്നത്. അപ്പം നമ്മളതിനെ
ഒരു സാധാരണ ഒരു ഫ്രാക്ഷനിലേക്ക് നമ്മളതിനെ കൊണ്ടുവരാണ് കേട്ടോ. 1 × 100 100 100 + 8 108 അല്ലേ, 108 അല്ലേ. 1 × 100 100 100 + 8 108 / 100. അങ്ങനെ എത്ര എണ്ണം ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 2 എണ്ണം ഉണ്ട്. ഇൻറ്റു 108 / 100. ദെൻ നമ്മൾ ഇവിടെ മുകളിൽ എത്ര സീറോസ് ഉണ്ട്? 1 2 3. ആ സീറോസ് അടിയിൽ എത്ര സീറോസ് ഉണ്ടോ കോമൺ ആയിട്ട് വരുന്നത് നമുക്ക് വെട്ടിക്കളയാം. ഇത് 100 വെട്ടിപ്പോയി. പിന്നെ ഇതിൽ 3 എണ്ണാവാൻ ഈ ഒരെണ്ണം കൂടി വെട്ടി. അപ്പോൾ ഇവിടെ 1 2 3 വെട്ടി, ഇവിടെ 1 2 3 വെട്ടി. കണ്ടല്ലോ. ദെൻ നമുക്കെല്ലാം കൂടി ഒന്ന് ഇൻറ്റു ചെയ്യണം. 25 × 108 × 108 / 10. കണ്ടോ? അപ്പോൾ 29,160 രൂപ നമുക്ക് ലഭിച്ചു. ഇതാണ് നമ്മുടെ ഉത്തരം. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. 8ാം ക്ലാസ്സിൻ്റെ പേജ് നമ്പർ 100. അതിൽ രണ്ടാമത്തെ കണക്കിലേക്ക് കേട്ടോ. പേജ് നമ്പർ മണി മാത്തിൻ്റെ പേജ് നമ്പർ 100 രണ്ടാമത്തെ കണക്കിലേക്ക് പോവാണ്. തോമസ് ടുക്ക് ഔട്ട് എ ലോൺ ഓഫ് 15,000 rupees from a bank which charges 12% interest compounded annually. After 2 years, he paid back 10,000 rupees. To settle the loan, how much should he pay at the end of 3 years? അപ്പോൾ തോമസ് 15,000 രൂപ പിന്നെ 12% പലിശയ്ക്ക് പിന്നെ ആനുവലി കൂട്ടുപലിശയായിട്ട് കോമ്പൗണ്ടറായിട്ട് കാണുന്ന ഒരു ബാങ്കിൽ നിന്നും പിന്നെ ലോൺ എടുത്തു. 2 വർഷത്തിന് ശേഷം അദ്ദേഹം 10,000 രൂപയാണ് തിരിച്ചടച്ചത്. അതിനുശേഷം 3 വർഷത്തിന് ശേഷമാണ് അയാൾ ഫുൾ എമൗണ്ട് തിരിച്ചടച്ച് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അയാൾക്ക് എത്ര രൂപയായിരിക്കും? ആദ്യത്തെ വർഷം അയാൾ 2 വർഷം കഴിഞ്ഞപ്പോൾ അയാൾ 10,000 രൂപ തിരിച്ചടച്ചു എങ്കിൽ 3ാമത്തെ വർഷം അയാൾ ഈ കടം അവസാനിപ്പിക്കാനായിട്ട് എത്ര രൂപ തിരിച്ചടക്കേണ്ടി വരും? ഇതാണ് ചോദ്യം. അപ്പോൾ കോമ്പൗണ്ടഡ് ആയതുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോമ്പൗണ്ടഡിൻ്റെ ഈക്വേഷൻ എഴുതുക. കോമ്പൗണ്ടഡിൻ്റെ ഈക്വേഷൻ എന്ന് പറയുന്നത് P × 1 + R/100 all raised to n. ഇവിടെ ഈക്വേഷൻ പ്രകാരം പറയുന്നത് P = 15,000 15,000 റുപ്പീസാണ്. പിന്നെ R = 12% ആണ്. ദെൻ ഇയർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇയേഴ്സ് എന്ന് പറയുന്നത് അയാൾ ആദ്യം 2 ഇയേഴ്സിലാണ് നമുക്ക് ആദ്യം 2 ഇയേഴ്സിലാണ് അയാൾ അവസാനിപ്പിക്കുന്നത്. അതിന് ശേഷമാണ് വീണ്ടും 1 വർഷം കൂടി എടുത്തിട്ട് അയാൾ ടോട്ടൽ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആദ്യം അയാൾ അവസാനിപ്പിച്ചത് 2 ഇയേഴ്സിലാണല്ലോ, ഒരു 10,000 രൂപ തിരിച്ചടച്ചത്. അപ്പോൾ 2 ഇയേഴ്സ് വരെ നമുക്കൊന്ന് കണ്ടുപിടിക്കുക. അതിന് ശേഷമാണ് ലാസ്റ്റ് എമൗണ്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യമുള്ളൂ കേട്ടോ. അതിങ്ങനെ ചെയ്യാം, നോക്കാം. 15,000 ഇൻറ്റു കണ്ടോ ഇൻറ്റു ഇവിടെ 1 + പെർസെൻറ്റേജ് എത്രയാണ്? 12/100. എത്ര വർഷത്തേക്കാണ്? 2 വർഷത്തേക്ക്. അപ്പോൾ 15,000 ഇൻറ്റു 1 × 100 100 100 + 12 112/100. അങ്ങനെ എത്ര പ്രാവശ്യം എഴുതണം? 2 പ്രാവശ്യം എഴുതണം. 112/100 കണ്ടോ? അപ്പോൾ ഈ 2 സീറോയും ഞാൻ പറഞ്ഞില്ല അടിയിലും മുകളിലും കോമൺ ആയിട്ട് സീറോസ് വെട്ടിക്കളയാം. ഈ 2 സീറോ വെട്ടിക്കളഞ്ഞു, ഈ 2 സീറോ വെട്ടിക്കളഞ്ഞു. ഇവിടെ ഒരു സീറോയെ ബാലൻസ് ഉള്ളൂ. അപ്പോൾ ഇവിടെ ഒരു സീറോ. അപ്പോൾ മുകളിൽ 3 സീറോ ആണുള്ളത്. അപ്പോൾ അടിയിൽ 3 സീറോ മാത്രമേ, കാരണം അതാണ് കോമൺ ആയിട്ട് വരുന്നത്, വെട്ടിക്കളയാൻ പാടുള്ളൂ. അല്ല എല്ലാ സീറോസും വെട്ടിക്കളയരുത്. ഇവിടെ എത്ര എണ്ണം ഉണ്ടോ അടിയിലും മുകളിലും കോമൺ ആയിട്ട് എത്ര നമ്പർ ഉണ്ടോ അത്രയും വെട്ടിക്കളയാൻ പാടുള്ളൂ. അപ്പോൾ ബാക്കി വരുന്നത് 15 × 112 × 112 / 10 ഇൻറ്റു ചെയ്യും. ഡിവൈഡ് ചെയ്യണം നമുക്ക്. അപ്പോൾ ഇൻറ്റു ചെയ്തു. 112 × 112 × 15 എല്ലാം കൂടി ഇൻറ്റു ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ഉത്തരം ഇതാണ്. ഇതിനെ നമ്മൾ / 10. അപ്പോൾ
കോമൺ സീറോ, ഇവിടെ ഒരു സീറോ ഉണ്ട്, ഇവിടെ ഒരു സീറോ വെട്ടിക്കളഞ്ഞു. അപ്പോൾ കിട്ടുന്ന ഉത്തരം എത്രയാണ്? അപ്പോൾ 18,816 രൂപയാണ് നമുക്ക് കിട്ടുന്നത്. 18,816. 18,816 റുപ്പീസാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ തോമസ് ഇപ്പോൾ 2 വർഷത്തിനാണല്ലോ നമ്മളിപ്പോൾ കണ്ടത്. തോമസ് 2 വർഷം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10,000 റുപ്പീസ് ബാങ്കിലേക്ക് തിരിച്ചടച്ചു. അപ്പോൾ ആ ബാങ്കിലേക്ക് തിരിച്ചടച്ച ആ കാശ് നമുക്കൊന്ന് ഇതിൽ നിന്ന് മൈനസ് ചെയ്ത് കളയണം. 18,816 18,816 റുപ്പീസിൽ നിന്ന് 10,000 റുപ്പീസ് തോമസ് തിരിച്ചടച്ചു. ബാലൻസ് വരുന്ന എമൗണ്ട് എത്രയാണ്? അത് മൈനസ് ചെയ്യാനിടുമ്പോൾ ഇങ്ങനെയാണ് ഇടേണ്ടത്. ഇത് വലിയ സംഖ്യ മുകളിലും ചെറുത് അടിയിലിട്ടിട്ട് വേണം മൈനസ് ചെയ്യാൻ, കേട്ടോ. അപ്പോൾ 6, 1, 8, 8 അല്ലേ? അപ്പം 8,816 8,816 റുപ്പീസാണ് പിന്നെ ബാങ്കിൽ അയാൾക്ക് തിരിച്ചടയ്ക്കാനുള്ളത്. അപ്പോൾ പിന്നീട് 3-ാമത്തെ വർഷമാണ് അയാളത് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ 3-ാമത്തെ വർഷം 2 വർഷം കഴിഞ്ഞാൽ പിന്നെ ഒരു വർഷത്തെയും കൂടി പിന്നെ ഇൻട്രസ്റ്റ് അയാൾക്ക് വരുമല്ലോ. അപ്പോൾ ആ ഇൻട്രസ്റ്റ് അടക്കമുള്ള എമൗണ്ട് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് വീണ്ടും നമ്മൾ പഴയ ഈക്വേഷൻ തന്നെ നമ്മുടെ ഈക്വേഷൻ എഴുതാം. P × 1 + R/100 all raised to n. അപ്പോൾ P എന്ന് പറയുന്നത് ഇപ്പം നിലവിൽ നമുക്ക് നിൽക്കുന്ന എമൗണ്ട് എത്രയാണ്? 8,816 8,816 ഇൻറ്റു ഇൻട്രസ്റ്റൊക്കെ പഴയ ഇൻട്രസ്റ്റ് തന്നെയാണ്, ആദ്യത്തെ ഇൻട്രസ്റ്റ് തന്നെയാണ് 100. പക്ഷേ എത്ര വർഷമാണ്? ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ്, ഒറ്റ വർഷത്തേക്കാണ് അയാൾ ഇട്ടിട്ടുള്ളൂ, കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു വർഷത്തിൻ്റെ കാര്യമുള്ളൂ. 8,816 ഇൻറ്റു 1 × 100 100 100 + 1 12 112 / 100. ഒറ്റ പ്രാവശ്യം എഴുതുന്നുണ്ട്, കാരണം ഒരു പ്രാവശ്യമല്ലേ ഉള്ളൂ, ഒരു ഇയറാ തന്നിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് കോമൺ സീറോസ് ഒന്നും വെട്ടിക്കളയാനില്ല. അപ്പം നമുക്ക് നേരിട്ട് ഇത് രണ്ടും കൂടി ഇൻറ്റു ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇൻറ്റു ചെയ്തപ്പോൾ കിട്ടിയ ഉത്തരമാണിത്, കണ്ടോ. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ 100. 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു ഈസി മെത്തേഡാണ്. എത്ര സീറോസ് ഉണ്ടോ, ഇവിടെ 1000 ആണെങ്കിൽ 3 സീറോ വരും, 10 ആണെങ്കിൽ 1 സീറോ. അപ്പോൾ ഇവിടെ വന്നത് 100 ആണ്, അതായത് 2 സീറോസ് ആണ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ എത്ര സീറോസ് ഉണ്ടോ അത്രയും പ്ലേസ് നീക്കിയിട്ട് പോയിൻ്റ് ഇട്ട് കൊടുക്കുക. അങ്ങനെ വരുമ്പോൾ ഇവിടെ എല്ലാം ഉത്തരം വരിക അല്ലേ? 2 സീറോസ് അല്ല, അപ്പോൾ ഇവിടെ എല്ലാം ഉത്തരം വരാം. അപ്പോൾ വരുന്നത് 9,873.92 റുപ്പീസ്. ഇത്രയും റുപ്പീസാണ് തോമസ് 3-ാമത്തെ വർഷം തിരിച്ചടയ്ക്കേണ്ടി വരുന്ന എമൗണ്ട്. ഓക്കെ, ദെൻ ഇനി നമ്മൾ അടുത്ത ഒരു കണക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. അതായത് 3-ാമത്തെ കണക്ക് ഈ പേജ് നമ്പർ 100 തന്നെ, മണി മാത്തിൽ പേജ് നമ്പർ 100 തന്നെ നമ്മൾ അടുത്ത കണക്കിലേക്ക് പോവുകയാണ്, കേട്ടോ. എന്താണ്? ദ സിമ്പിൾ ഇൻട്രസ്റ്റ് 5% ഗോഡ് ഫോർ എ സർട്ടൈൻ എമൗണ്ട് ആഫ്റ്റർ 2 years ഈസ് 200 റുപ്പീസ്. ഇഫ് ഇൻട്രസ്റ്റ് ഈസ് കോമ്പൗണ്ടഡ് ആനുവലി, വാട്ട് വുഡ് ബി ദ ഇൻട്രസ്റ്റ് ഫോർ സെയിം എമൗണ്ട് അറ്റ് ദ സെയിം റേറ്റ് ആഫ്റ്റർ 2 years? ഇത് സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. അപ്പം നമ്മളിപ്പോൾ നേരത്തെ നമ്മൾ ചെയ്ത 2 കണക്കിലും അത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയിരുന്നു. ഇപ്പോഴാണ് ഒരു സിമ്പിൾ ഇൻട്രസ്റ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് 5% ആണ് അതിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് പ്രകാരം കണ്ടുപിടിക്കുമ്പോൾ 5% സിമ്പിൾ ഇൻട്രസ്റ്റ്, സർട്ടൈൻ എമൗണ്ട് ഇത്രയൊന്നും തന്നിട്ടില്ല. ആഫ്റ്റർ 2 years 2 വർഷത്തിന് ആണ് ആ എമൗണ്ട് ഇട്ടത്. 5% ഇൻട്രസ്റ്റിൽ പലിശയ്ക്ക് 2 വർഷത്തേക്ക് ഒരു നിശ്ചിത തുക ഇത്ര എന്ന് പറഞ്ഞിട്ടില്ലേ, ആ ഒരു എമൗണ്ട് ഇട്ടപ്പോൾ അയാൾക്ക് കിട്ടിയ പലിശ എന്ന് പറയുന്നത്, ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 200 രൂപയാണ്. ഇഫ് ഇൻട്രസ്റ്റ് ഈസ് കോമ്പൗണ്ടഡ് ആനുവലി, പിന്നീട് കോമ്പൗണ്ടഡ് ആയിട്ട് കൂട്ടുപലിശയിലേക്കാണ് ഈ കാശ് അയാൾ ഈ ക്യാഷ് നമ്മുടെ ഈ എമൗണ്ട് വീണ്ടും പിന്നെ 2 വർഷത്തേക്ക്
കൂട്ടുപലിശയ്ക്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് എത്ര എമൗണ്ട് ആയിരിക്കും, പിന്നെ എത്ര പലിശയായിരിക്കും തിരിച്ച് കിട്ടുക എന്നാണ് പറയണത്. അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റിൽ അയാൾക്ക് 5% പലിശയ്ക്ക് ഒരു എമൗണ്ട് ഇട്ടപ്പോൾ 2 വർഷത്തേക്ക് അയാൾക്ക് 200 രൂപ കിട്ടി. അങ്ങനെയാണെങ്കിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പ്രകാരം ഇതേ എമൗണ്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് എത്ര രൂപ ഇൻട്രസ്റ്റ് 2 വർഷത്തേക്ക് തന്നെ ഇടുകയാണെങ്കിൽ കിട്ടുമെന്നാണ്. അപ്പോൾ ആദ്യം നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റിൽ വച്ചിട്ട് നമുക്ക് എമൗണ്ട് കണ്ടുപിടിക്കണം. ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട്, ഐ കിട്ടിയിട്ടുണ്ട്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് എമൗണ്ട് കണ്ടുപിടിക്കണം. അപ്പം നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത്, ആദ്യത്തെ നമ്മുടെ ഫോർമുല തന്നെയാണ് കേട്ടോ. ഏതാണ് ഫോർമുല? സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ ഞാനൊരു ഫോർമുല ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് നേരത്തെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഐ ഇസ് ഈക്വൽ ടു PNR, ഇങ്ങനെയാണ് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ ഐ ഇസ് ഈക്വൽ ടു 200 ആണ്. പി എന്ന് വെച്ച എമൗണ്ട് നമുക്ക് തന്നിട്ടില്ല, അത് നമ്മൾ കണ്ടുപിടിക്കണം. എന്ന് പറയുന്നത് എത്ര വർഷത്തേക്കാണ് തന്നത്? 2 വർഷത്തേക്കാണ്. പിന്നെ ആർ എന്ന് പറയുന്നത് 5% ആണ്. ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നോക്കാം. ഇതേ ഇക്വേഷനിൽ തന്നെ ഇട്ട് കൊടുക്കാം. അപ്പോൾ 200 ഈസ് ഈക്വൽ ടു, എമൗണ്ട് നമുക്ക് തന്നിട്ടില്ലല്ലോ, അപ്പോൾ എമൗണ്ട് അത് പി പ്രിൻസിപ്പൾ അവിടെ ഇട്ടു. ദെൻ എൻ എന്ന് പറയുന്നത് 2 വർഷത്തേക്കാണ്, ഇൻറ്റു ആർ എന്ന് പറയുന്നത് 5% ആണ്. കണ്ട? ഓക്കെ. അപ്പം 200 ഇസ് ഈക്വൽ ടു പി ഇൻറ്റു 2 ഇൻറ്റു 5 എന്ന് പറയുമ്പോൾ പി ഇൻറ്റു 2 ഇൻറ്റു 5 10/100. അപ്പോൾ കോമൺ സീറോസ് നമുക്ക് ഇത് നമുക്ക് വെട്ടിക്കളയാം. ബാക്കി വന്നത് എന്താ? 200 ഇസ് ഈക്വൽ ടു പി ഇൻറ്റു 1 p/10. ഓക്കെ. നമുക്കിവിടെ ഒരു ക്രോസ് മൾട്ടിപ്ലിക്കേഷനാണ് കൊടുക്കേണ്ടത്. നമുക്കിവിടെ ബൈ 1 വെറുതെ ഇട്ട് കൊടുക്കാം. സ്ഥാനം ശരിയാക്കാനായിട്ട് പ്ലേസ് വാല്യൂ കറക്റ്റ് ആക്കാൻ നമുക്കൊരു 1 ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ ക്രോസ് ചെയ്യണം കേട്ടോ. ഇങ്ങനെ നമ്മൾ ക്രോസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ 200 ഇൻറ്റു 10 ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു പി വെച്ചാൽ പി. അപ്പോൾ എമൗണ്ടായി. അപ്പോൾ 200 ഇൻറ്റു 10 ഈസ് ഈക്വൽ ടു 2000 ആണ് എമൗണ്ട്. നമ്മൾ എമൗണ്ട് കണ്ടുപിടിച്ചില്ലേ? കണ്ടോ? അപ്പം നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ തന്നെ നമ്മൾ എമൗണ്ട് കണ്ടുപിടിച്ചു. ഇനി ഈ എമൗണ്ട് വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം എന്ന് വെച്ചാൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ കോമ്പൗണ്ടഡ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ ഇക്വേഷൻ പി ഇൻറ്റു 1 പ്ലസ് r/100 ഓൾ റേസ് ടു n. ഇപ്പോൾ ഇവിടെ പി ഈസ് ഈക്വൽ ടു നമുക്ക് വന്നിരിക്കുന്നത് 2000 ആണ് അല്ലേ? പിന്നെ എൻ എത്ര? എൻ എന്ന് പറയുമ്പോൾ 2 തന്നെയാണ്. പിന്നെ ആർ ഇസ് ഈക്വൽ ടു തന്നിരിക്കുന്നത്, അതിലൊന്നും മാറ്റമില്ല കേട്ടോ, പക്ഷെ അത് നേരത്തെ നമ്മൾ കണ്ടത് സിമ്പിൾ ഇൻട്രസ്റ്റ് പ്രകാരമാണ്. ഇവിടെ ഇപ്പം നമ്മൾ കാണുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പ്രകാരം എത്ര ഇൻട്രസ്റ്റ് അയാൾക്ക് ലഭിക്കുന്നു, എത്ര വ്യത്യാസം ഉണ്ടെന്ന് നോക്കാം ആ ഇൻട്രസ്റ്റിൽ. അപ്പോൾ ഫോർമുലയിലേക്ക് കൊടുക്കുകയാണ്. ഇസ് ഈക്വൽ ടു 2000 ഇൻറ്റു 1 പ്ലസ് 5/100 ഓൾ റേസ് ടു n. എത്ര വർഷമാണ്? 2. കണ്ട? അപ്പോൾ 2000 ഇൻറ്റു ചെയ്യുമ്പോൾ 105 അല്ലേ? 105/100. 1 ഇൻറ്റു 100 100, 100 പ്ലസ് 5 105 ഇൻറ്റു 105/100. അപ്പോൾ കോമൺ സീറോസ് വെട്ടിക്കളയാണ്. അപ്പോൾ ഇവിടെ 3 സീറോസ് ഉണ്ട്. അപ്പോൾ ഇവിടെയും 3 സീറോ മാത്രമേ വെട്ടാൻ പാടുള്ളൂ, കൂടുതലൊന്നും വെട്ടാൻ പാടില്ല. അപ്പോൾ 2 ഇൻറ്റു 105 ഇൻറ്റു 105/10. കണ്ടോ? ഇത് നമുക്ക് ഇൻറ്റു ചെയ്തിട്ട് കണ്ട, ഇൻറ്റു ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയതാണ് 22,050 രൂപ. 22,050/10. അപ്പോൾ ഇതെല്ലാം കൂടി ഇൻറ്റു ചെയ്തപ്പോൾ ഈ ഉത്തരം കിട്ടിയത്. ഈ സീറോ, കോമൺ സീറോ നമ്മൾ വെട്ടിക്കളഞ്ഞു. ബാക്കി നമുക്ക് കിട്ടിയ ഉത്തരമാണ് 2000
205. 2205 രൂപയാണ് നമുക്ക് എമൗണ്ട് കിട്ടണത്. കേട്ടല്ലോ. ഇനി നമ്മളോട് പക്ഷേ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എമൗണ്ട് അല്ല, നമ്മളോട് ഇൻട്രസ്റ്റ് എത്ര ആണ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കിട്ടിയ ഉത്തരം എന്ന് ആദ്യത്തെ നമ്മുടെ ഇപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പ്രകാരം നമുക്ക് കിട്ടിയ എമൗണ്ട് 2205 രൂപയാണ് നമുക്ക് കിട്ടിയത്. പിന്നെ മുൻപ് നമുക്ക് നമ്മൾ എടുത്ത പിന്നെ എമൗണ്ട് എന്ന് കൊടുത്ത എമൗണ്ട് എന്ന് പറയുന്നത് 2000 ആണ് അല്ലേ. 2000 റുപ്പീസിനാണ് നമ്മൾ പിന്നെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഇട്ടത്. അപ്പോൾ കോമ്പൗണ്ടഡ് ഇൻട്രസ്റ്റ് അടക്കം നമുക്ക് കിട്ടിയ ഉത്തരമാണ് ഈ 2205, അതായത് 2205. 2000 രൂപ നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഡെപ്പോസിറ്റ് ചെയ്തപ്പോൾ നമുക്ക് 2205 രൂപയാണ് കിട്ടിയത്. ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഈ 2205 നിന്ന് ഈ 2000 രൂപ നമ്മൾ മൈനസ് ചെയ്യാണ്. മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം 205. 205 റുപ്പീസാണ് നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, ദെൻ നമ്മൾ നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് കടക്കുകയാണ്.